നല്ല സ്പൈസി ആയിട്ടുള്ള ഉരുളൻകിഴങ്ങ് മെഴുക്ക് പുരട്ടിയെ ക്രിസ്പിയും ക്രഞ്ചിയും ആക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിനായിട്ട് 2 മീഡിയം സൈസുള്ള ഉരുളൻകിഴങ്ങ് എടുത്ത് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇതുപോലെ കഷ്ണങ്ങളാക്കിയ ശേഷം വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കടായിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകും ഉഴുന്നുപരിപ്പും ഒന്ന് പൊട്ടിച്ചെടുക്കണം. കൂടെ തന്നെ ഒരു പിടി തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ ചതച്ച് വെച്ച വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടെ ഇട്ട് കൊടുത്ത് അതുകൂടെ ഒന്ന് വഴന്ന് വരുമ്പോൾ ഒരു പിടി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം കഴുകി വെച്ച ഉരുളക്കിഴങ്ങ് വെള്ളത്തിൽ നിന്ന് മാറ്റി അതിലേക്ക് ഇട്ട് കൊടുക്കണം. പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് മൂടി വെച്ച് വെള്ളം ഒഴിക്കാതെ മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടി പിടിച്ച് പോകും കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാല പൗഡറും കൂടെ ഇട്ട് കൊടുത്ത് പൊടികളുടെ പച്ചമണം മാറി വരുമ്പോൾ ഒരു പിടി കപ്പലണ്ടി ഇതുപോലെ പൊടിച്ചെടുത്ത് മുകളിൽ ഇങ്ങനെ വിതറിക്കൊടുത്താൽ നല്ല സ്പൈസിയും ക്രിസ്പിയും ക്രഞ്ചിയുമായിട്ടുള്ള ഉരുളൻകിഴങ്ങ് മെഴുക്ക് പുരട്ടി ഇവിടെ തയ്യാറായി.